പോവാ വാച്ചു പോവാ കയറി റെഡിയാണോ? ഇങ്ങ് വന്നേ. ഓക്കെയാണോ? വണ്ടി ഓക്കെയാണോ? ഈ ഹൈറ്റ് ഓക്കെ അല്ലേ? അടുത്തേ സെറ്റ് നോക്കട്ടെ. ഓക്കെയാണോ ഇത്? ഈ ഹൈറ്റിൽ ചെയ്താൽ പോരെ? ആ ഇത് കറക്റ്റാ അല്ലേ? നമുക്ക് ഈ ഹൈറ്റിൽ റെഡിയാക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ സെയിം സിറ്റുവേഷനിലാണ് കേട്ടോ. മൊത്തം ടൂൾസ് ഉള്ളിൽ നിറച്ച്, കാരണം മഴ വന്ന സമയത്ത് മൊത്തത്തിലായിട്ട് ടൂൾസ് മൊത്തം ഉള്ളിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. സോ അതേ സിറ്റുവേഷനിലായി ഇപ്പം മൊത്തം നിറഞ്ഞ് കവിഞ്ഞ് അടയ്ക്കണം. മാത്രമല്ല ഇവിടെയൊക്കെ ചിലന്തി അടക്കം കൂട് കെട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും കുടി ഒഴിപ്പിച്ച് വൃത്തിയാക്കി കുടി കൂടണം. അതാണ് ഇന്നത്തെ പരിപാടി. സോ ഈ സെറ്റിനൊക്കെ വാർണിഷ് അടിച്ച് സെറ്റാക്കണം. സോ കണ്ട പൂപ്പല്ലടിക്കണ്ട, പൂപ്പടിക്കുന്നുണ്ട്, അത് വേണ്ട, ഒഴിവാക്കാം. സോ ഇനി എന്തൊക്കെയാണ് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ആക്കട്ടെ. സോ എല്ലാം അടിച്ചില്ല, കുറച്ച് ഉള്ളിലടിക്കാനുണ്ട് അത്രേ. സോ പുറമേ ഒന്ന് അടിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കാം അതിൻ്റെ ഫിനിഷിങ് എങ്ങനെ വരുന്നു. ഇതൊന്നും പാണ്ടല്ല കേട്ടോ, അതെല്ലാം ഡ്രൈ ആവാൻ വേണ്ടത്രേ. സോ ഏരിയകൾ അത്യാവശ്യം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഉള്ളിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട് നല്ല രീതിയിൽ. സോ ഏരിയകളെല്ലാം ഒന്ന് അടിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു പിന്നെ ഇനി അഡീഷണൽ സ്റ്റിക്കറിൻ്റെ പരിപാടിയൊന്നും വേണ്ട, ഇത് തന്നെ മതി. സിമ്പിൾ ഹമ്പിൾ. സോ ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ഉള്ള ഇലക്ട്രിക്കൽ സെറ്റപ്പ് ശരിയാക്കാൻ. ഈ സ്റ്റോറേജ് സിസ്റ്റം മൊത്തം ഒന്ന് ലെവലാക്കാനുണ്ട്. ആൻഡ് ഇവിടെ ഒരു കാല് ആവശ്യമാണ്, കാരണം ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു കാലിയുടെ ആവശ്യമാണ്. സോ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ലെങ്ത്തിലൊരു പ്ലൈ വെച്ച് അതിനൊരു കാലിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ അത് പറ്റും, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നോക്കാം. സോ ഇനിയും വാർണിഷിൻ്റെ ചെറിയ പണികളുണ്ട്, കുറച്ച് സെറ്റാക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. പോവാ വാച്ചു പോവാ കയറി. റെഡിയാണോ? ഇങ്ങ് വന്നേ. ഓക്കെയാണോ? വണ്ടി ഓക്കെയാണോ? ഈ ഹൈറ്റ് ഓക്കെ അല്ലേ? അടുത്തേ സെറ്റ് നോക്കട്ടെ. ഓക്കെയാണോ ഇത്? ഈ ഹൈറ്റിൽ ചെയ്താൽ പോരെ? ആ ഇത് കറക്റ്റാ അല്ലേ? നമുക്ക് ഈ ഹൈറ്റിൽ റെഡിയാക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. സോ ലാസ്റ്റത്തെ സമയത്തിന് ശേഷം വലിയ പുരോഗമനമൊന്നും ഉണ്ടായില്ല. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത്? മേളത്തെ ബോക്സ് അങ്ങനെ തന്നെ ഉണ്ട്, അതങ്ങനെ തന്നെ വൃത്തികേട് പിടിച്ചേക്കുകയാണ് സൈഡൊക്കെ. സോ ഇതൊക്കെ മാറ്റുന്നില്ല, മോഡിഫൈ ചെയ്യണം. പക്ഷെ സ്റ്റിക്കർ വർക്ക് ചെയ്താലോ മേ ബി നല്ലതായിരിക്കും. അനാവശ്യം, ഇതിനൊന്നും ആവശ്യമില്ല. ഇതെല്ലാം നമ്മളെപ്പോലത്തെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് സ്ക്രൂവും സംഭവം അഡീഷണൽ ആയിട്ട് വരും. ഇത് വേണ്ടാത്ത. ഓക്കെ. സോ മേലത്തെ ടാബ്ലറ്റ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതുവരെ അറിയില്ല, നോക്കാം നമുക്ക്. സോ അഡീഷണൽ ആയിട്ട് സർവീസും പരിപാടിയെല്ലാം നടത്താനുണ്ട്, മെല്ലെ ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഒന്ന് ക്ലീൻ ആക്കണം. സോ ലാസ്റ്റ് ടൈം വാർണിഷ് അടിച്ച് സെറ്റാക്കിയതെല്ലാം അങ്ങനെ തന്നെയാണ്. അത്രയും ഒരു യൂസും ഇല്ല അവിടെ. സോ കയറാത്ത മോഡിഫിക്കേഷനിൽ പാളിയ സാധനം ഇതിപ്പോൾ അങ്ങോട്ട് പോകില്ല. സോ ഇത്രത്തോളം വീതി വേണ്ട. സോ ഇതിൽ അഡ്ജസ്റ്റ്മെൻ്റ് വേണം. കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് വേണം, കൂട്ടി പിടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ. ഇത്ര ലെങ്ത്ത് കിട്ടില്ല എന്ന് വെച്ചിട്ട്
നമുക്കിതിൽ നഷ്ടമൊന്നുമില്ല. സോ ഇത്രയും വരെ കട്ട് ചെയ്ത് നോക്കാം. അല്ല, ഇവിടെ സപ്പോർട്ട് നല്ല രീതിയിലൊരു ലെഗ് വേണം. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനായിട്ട് ഒരു നോട്ടും ഉണ്ടാകും. ഈ ഇഞ്ചസ് ഉണ്ടാകും, ഇതിനെ പറയുക വെൽഡഡ് ഇഞ്ചസാണ്. സോ ഈ സാധനം വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. അതേ സമയത്ത് തിക്നെസ് കുറച്ച് കൂടുതലാണ്. സോ ഇതൊരു നല്ല ഓപ്ഷനാണെങ്കിലും അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. ഇതിന് വേറെ ഒന്ന് വെൽഡഡ് ഇഞ്ചസ് വരും, ബെയറിംഗ് ഇഞ്ചസ് വരും. ബെയറിംഗ് ഇഞ്ചസ് ആണെങ്കിൽ തിക്നെസ് കുറവായിരിക്കും, ഈ തിക്നെസ് കുറവായിരിക്കും. സോ ഇത് 3 ഇഞ്ചിൻ്റെ വെൽഡഡാണ് നമ്മൾ യൂസ് ചെയ്തതിന്, ബെയറിംഗ് ആയിരുന്നു വേണ്ടത്. എവിടെ വരെ എത്തി പണി? ഇപ്പോൾ സൈഡ് ബോക്സ് ആയി, 2 സൈഡ് ബോക്സ് ആയി. സൈഡ് ബോക്സ് ഒഴിവാക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സൈഡ് ബോക്സ് ഇല്ലെങ്കിൽ സ്റ്റോറേജ് കുറച്ചും കൂടെ കുറവല്ലേ, അപ്പോൾ അത് രണ്ടും സെറ്റായി. കഴിഞ്ഞ പ്രാവശ്യത്തെ സൈഡ് ബോക്സും അല്ല, ഇത് കുറച്ചൊന്ന് സ്റ്റഡിയാണ്. കണ്ട മറ്റേ ഇളകി വീഴുന്ന പോലെയല്ലേ. ഇനി പിന്നെ ഡോറാക്കണം, അതിനൊരു ഇതായിട്ടില്ല, സൊല്യൂഷൻ ആയിട്ടില്ല. ഡോർ ഇപ്പോൾ എങ്ങനെ ആക്കണം എന്നല്ലേ, അതുകൊണ്ട് ബാലൻസ് എടുക്കുന്നു. ബാലൻസ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഏരിയയിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാം ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം കാണുന്നിരിക്കുന്നല്ലേ അല്ലേ? അതാണ്. അപ്പോൾ ഇതിന്റെ ഈ ഏരിയയിലെല്ലാം ഇതെല്ലാം ഫില്ലറാട്ടാ, വുഡ് ഫില്ലറാണ്. ഈ ഗ്യാപ്പ് കാണാണ്ട് വെച്ചിട്ട് ഇതെല്ലാം ഫില്ലർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സൈഡും ഫില്ലിങ് ഉണ്ട്, അതെല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നു മറ്റേ സിലിക്കൺ ഫില്ലിങ് മതി. ഇതിൻ്റെ ഉള്ളിലെല്ലാം അത്യാവശ്യം വേറെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഫില്ലിങ് കൊടുത്തിട്ട് പുറത്ത് സിലിക്കൺ ഫില്ലിങ് കൊടുക്കണം, അതായിരിക്കും നല്ലത് എൻ്റെ അഭിപ്രായം. നോക്കാം. ടോപ്പിൽ സീലിംഗ് ഒന്ന് അടിക്കണം. ഈ ടോപ്പിൽ ഇനി വുഡ് പീസ് ഉണ്ട്, വേണമെങ്കിൽ ടോപ്പിൽ ഇങ്ങനെ മതില്ല, ഇതായിരിക്കും നല്ലത്. ഹൈറ്റ് കുറച്ചുകൂടെ കുറയും. ഇതിപ്പോ സുഖമായിട്ടിരിക്കാലോ. അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, തല മുട്ടുന്നില്ല. പിന്നെ ഇത് അധികം ഇല്ല, തലല്ല ഓക്കെയാണ് അല്ലേ, കുഴപ്പമില്ല. ലാസ്റ്റ് ടൈം നമ്മൾ സൈഡ് ബോക്സിൽ വെച്ചതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതല്ല, നമ്മൾ ഇരിക്കുമ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ദാറ്റ് വാസ് ആക്ച്വലി ആ ഡെഡ് സ്പേസിനെ ഉപയോഗപ്പെടുത്തിയെന്നല്ലേ നമ്മൾ. അല്ല, ഈ സൈഡ് ബോക്സ് ഉള്ളത് കൊണ്ട് കുഴപ്പം വന്നില്ലെന്ന് ഞാൻ പറയാം. പക്ഷെ ഇങ്ങനത്തെ യൂസ് ഒന്നും ഉണ്ടായില്ല, അങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ അതുണ്ടല്ലോ. ഇനിയിപ്പോൾ ഡോറും കൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്യണം, എങ്ങനെ ആക്കേണ്ടി വെച്ചിട്ട്. വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതായിരിക്കും ലുക്ക്. സോ ഈ ഒരു കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, പക്ഷെ താര പറയുന്നത് ഈ ഗ്രേ കോമ്പിനേഷൻ, ആ ഡോറിന് കൊടുത്തേക്കുന്ന ഗ്രേ മാറ്റിയിട്ട് അതും ബ്ലാക്ക് ആക്കണം എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ അദ്ദേഹം പറയുന്നത് അംഗീകരിച്ചേ പറ്റൂ. സോ അത് മാറ്റാവുന്നതാണ്, എനിക്കും തോന്നുന്നത്. മാറ്റിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നോക്കാം. സോ ബാക്കി വർക്കൊന്നും തോന്നിയിട്ടില്ല. ഇവിടുത്തെ ഒരു ഡോറിൻ്റെ കാര്യം. സോ ഇത് ഇവിടെ ഒരു ചോപ്പിംഗ് ബോർഡോ ഒരു കട്ടിംഗ് ബോർഡോ എന്തെങ്കിലുമൊക്കെ വേണം. ഇത് മൾട്ടി യൂസ്, ഇതിങ്ങനെ ഓപ്പൺ ആക്കാം ക്ലോസ് ആക്കാം എന്ന രീതിയിലാക്കാം. വണ്ടിയുടെ വർക്കിനുള്ളിൽ ഇത് അടുത്ത ഒരു 3D പ്രിൻ്റാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വയർ ക്ലിപ്പാണ്. സോ ഉള്ളിൽ വയറിങ് സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാണ്. അപ്പോൾ അതിനകത്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബെറ്റർ ആയിരിക്കും. സോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെല്ലാം അത്യാവശ്യം ക്ലട്ടറായിട്ടായിരുന്നു. ഇതിനി കുറച്ച് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് അത് പ്രിൻ്റ് ചെയ്തത്. മാത്രമല്ല നമ്മളിതിനകത്ത് പുതിയതായിട്ട് ബസ് ബാർ ചെയ്തിട്ടുണ്ട്. ബസ് ബാറും ചെയ്തത് സെയിം 3D പ്രിൻ്റിൽ തന്നെ, നല്ല ക്വാളിറ്റി തന്നെ വന്നു. അത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. പോസിറ്റീവ് നെഗറ്റീവ് ബസ് ബാർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ആയിട്ട് വരും നമ്മുടെ MPPT. സോ ഇത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ താൽക്കാലിക കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ ഞാൻ നേരത്തെ രാവിലെ കാണിച്ചിരുന്നത് കുറച്ച് നേരത്തെ കാണിച്ച വയർ ക്ലിപ്പ് കണ്ടില്ലേ.
സോ അത് വെച്ചിട്ട് ഇത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. സോ ആ എൻഡിലും കൂടെ ഒരു വയർ ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ചുകൂടെ നല്ല നീറ്റായിരിക്കും. സോ ഇവിടെ കണ്ടില്ലേ, എല്ലാം നീറ്റാക്കി വെക്കാൻ പറ്റും. കുറേയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും അല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായി. ഇപ്പം പോകുന്ന ബാറ്ററി. സോ അറ്റ് എ ടൈം ചാർജിങ് പീരീഡ് ഉണ്ട്. സോ ഈ പാനൽ അധികം ട്രസ്റ്റബിൾ അല്ല. സോ നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തൊക്കെ ഇവിടെ ഒരു ഫാനായി. സോ ഫാൻ ഈ സൈഡിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് അതിൻ്റെ ബോക്സിൻ്റെ അടിയിൽ വെക്കാനൊരു തൃപ്തി വരുന്നില്ല. അതിൻ്റെ ആ ഒരു നീറ്റ്നെസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഇതാകുമ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഡാഷ് ബോർഡിലുണ്ടായിരുന്ന ആ ഫാൻ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതാകുമ്പോൾ വൃത്തികളാണ്. സോ അത് ഒഴിവാക്കാം. ഡാഷ് ബോർഡ് ഫ്രീ ആയി. ആൻഡ് സ്വിച്ച് ബോർഡിൽ പഴയ പോലെ തന്നെ ഇതൊക്കെ ലൈറ്റ്സിൻ്റെയാണ്. സോ ഇത് ഫാനിനെ കൊടുത്തിട്ടുണ്ട്. സോ അത് വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം. സോ മാത്രമല്ല, സോ ഇത് ടെമ്പറേച്ചർ ഗേജ്, ബോഡി ടെമ്പറേച്ചറാണ്. ബോഡീൻ്റെ ഔട്ട് എത്ര ടെമ്പറേച്ചർ ഹീറ്റ് വരുന്നുണ്ട്. സോ ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അടുത്ത ലൈറ്റ്, ഈ ലൈറ്റിന് അഡ്ജസ്റ്റബിളാണ്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ നോബ് കുറച്ച് ടൈറ്റാണ്, അതൊന്ന് ലൂസാക്കണം. അത് ലൂസാക്കാം. പിന്നെ അത് ഫ്രണ്ട് ലൈറ്റ്. സോ ആ ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്ക് ആക്കണം. അതാക്കുന്നുണ്ട്. സോ ഈ ബോർഡിൽ നിന്ന് മാറ്റണം. അത് ബാക്ക് സൈഡിൽ നമ്മുടെ കിച്ചൻ്റെ ഏരിയയിൽ ഡോറിൻ്റെ മറ്റേ നമ്മളെ ബാക്ക് റെയർ ഓപ്പൺ ഡോറിൻ്റെ മേലെ അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ഇങ്ങനത്തെ ഒരു ലൈറ്റ് വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഈ ഡിസൈൻ. സോ വെറുതെ ഒരു ലൈറ്റ് വെക്കുക എന്നുള്ളതല്ലേ, കുറച്ചും കൂടെ ഒന്ന് ടൈം എടുത്ത് കുറച്ചൊരു നല്ല കാണാൻ നല്ല രസം ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമുണ്ടാവും. സോ ഇത് അതിന് വേണ്ടിയിട്ട് ചെയ്ത പാറ്റേൺ. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരും. സോ അതിൻ്റെ മെയിൻ ബോഡി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. സോ ഇതാണ് നമ്മുടെ മേസ്ത്രി. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. സോ ഈ റോള് വെറുതെ കിടക്കുക, ഇത് നമുക്ക് യൂസ് ഇല്ലാത്ത അവസ്ഥയായി. സോ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത് PLA ആണ്. സോ PLA വെച്ചിട്ടാകുമ്പോൾ നല്ല രീതിയിൽ പ്രിൻറ്റിങ് നടക്കും. ഇത് ABS ആണ്. ABS മേടിച്ചിട്ട് ആദ്യത്തെ തവണ റോങ് ആയിട്ട് വഴങ്ങിയതാണ്. സോ ഇതിനെ കൊണ്ട് ഒരു യൂസും ഇല്ലാത്ത സിറ്റുവേഷൻ. ഇത് നല്ല കട്ട് ചെയ്തിട്ട് സ്ക്രാപ്പിൽ കൊണ്ടുവന്നതല്ല യൂസില്ല. സോ അതിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ടെമ്പറേച്ചർ വ്യത്യാസമാണ്. സോ ഇതിനകത്ത് ടെമ്പറേച്ചർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് പൊള്ളച്ച് വരും, പ്രിൻ്റ് വേസ്റ്റ് ആവും. അത് കറക്റ്റ് കാണിച്ചു തരണമെങ്കിൽ വേസ്റ്റായ പ്രിൻ്റ് കണ്ടാൽ മനസ്സിലാക്കുക. സോ ഇതിങ്ങനെ ഉരുക്കി വൃത്തിയായി കിടക്കും. സോ ഇത് കണക്കുണ്ട്. സോ അടിയിലത്തെ ബെഡിൽ സ്റ്റിക്ക് ചെയ്ത് കിടക്കില്ല, ഇതുപോലെ പോയി കിടക്കും. സോ ഇത് ബെഡിൽ നിന്ന് റിമൂവ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് ഉരുക്കി വീഴുന്നല്ലാതെ വേറെ യൂസ് ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് ബെഡ്. സോ ഈ നോസിലൂടെ വരുന്ന സാധനം ഇവിടെ കറക്റ്റ് അവിടെ സ്റ്റിക്കായിട്ടില്ലേ പണിയാം. സോ ഇതുപോലെ ഇരിക്കും വൃത്തികേടായിട്ട്. സോ ഇത് യൂസ്ഫുൾ ആക്കാം. സോ ബാലൻസ് അങ്ങനെ പോയതാണ്. ഇത് അത്യാവശ്യം നല്ല വർക്കായിരുന്നു. നമുക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാൽ മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് വെച്ചത്, പക്ഷേ അതിൻ്റെ കറക്റ്റ് സൈസല്ല, കുറച്ച് വെച്ചത്. ഇതും അത്യാവശ്യം നല്ലതാണ്, പക്ഷേ ഇത് സൈസ് കുറച്ച് ഓവർ സൈസ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ബാലൻസ് വരുന്ന PLA വെച്ചിട്ട് ഇതുപോലെ കുറച്ചാക്കിയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കാൻ വെച്ചു. സോ ഇതാണ് ഞാൻ പറഞ്ഞ ബാക്കിൽ വരാൻ പോകുന്നത് പറഞ്ഞ ലൈറ്റ്. സോ ഇതൊരു വാൾ ലൈറ്റ് നമ്മുടെ 3D പ്രിൻ്റിൽ മേസ്ത്രി ചെയ്തതാണ്. സോ ഇതായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇത് കുറച്ച് വലുതായി. മാത്രമല്ല അത്ര ടിപ്പല്ല, ആശാൻ പൊട്ടിപ്പോകും. പക്ഷേ ഇത് അത്യാവശ്യം സൂപ്പർ, നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്യാമ്പർ എന്നുള്ള ഒരു ബാഡ്ജ് ബാക്ക് ഏരിയയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതിൻ്റെ വർക്കിന് ബാലൻസ് ഉണ്ട്. അത്യാവശ്യം 3D പ്രിൻ്റ് വർക്കെല്ലാം കിട്ടുന്നതുകൊണ്ട് പെയ്ഡ് വർക്ക് ചെയ്യുന്നുണ്ട്.
സോ ഇവിടെ മേലെ മൊത്തം കുറച്ച് 3D പ്രിൻ്റിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ അടക്കം. സോ ഈ ലൈറ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? സോ ഇതാണ് ലൈറ്റ്. ഇതായിരിക്കും വാളിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രത്തോളം നമ്മുടെ വർക്ക്. ഇനിയിപ്പം കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ വാൾ ലൈറ്റ് എല്ലാം പ്രിൻ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കുറച്ച് പെയിൻറ്റിങ് ഒക്കെ ചെയ്തു. സോ ഇതെല്ലാം കൊണ്ട് പോയി സെറ്റ് ചെയ്യാനുണ്ട്. സോ ഇതെല്ലാം കഴിയുമ്പോഴേക്ക് ഏകദേശം മഴ ഏകദേശം തീരും. സോ റെയിൻ ക്യാമ്പിങ് പരിപാടിയൊന്നും നടക്കും തോന്നുന്നില്ല. അപ്പോൾ ക്യാമ്പിങ് ചെയ്യാനുണ്ട്, കുറച്ച് ട്രാവലുണ്ട്, എല്ലാം കുറച്ച് ചെറിയ 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 കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടേ. സോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സ് കയറി കുറേ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് കാണിച്ചു. സോ അവരെല്ലാവരും ഇവിടെയും വന്നിട്ടുണ്ടെന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. സോ സന്തോഷമുണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതിന്. സോ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വർക്കിൽ നടക്കുകയാണ്. സോ അടുത്തൊരു ട്വിൻ ക്ലൈം വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാകും. സോ കുറച്ച് കാര്യങ്ങൾ ആൾക്കാരെ അന്വേഷിച്ച് ചോദിച്ചൊരു ചോദ്യങ്ങളുണ്ട്. സോ അതിനും ഉത്തരം തരുന്നതാണ്. സോ ഒരു ലൈവ് വരണമെന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സോ അതിനും അറിയിക്കുന്നതാണ്. മിക്കവാറും അത് നവംബർ 1 സോ താഴെ ചെറിയ ചെറിയ വർക്കിലാണ്. സോ കുറേ ആൾക്കാർക്ക് റിപ്ലൈ അയക്കൽ അങ്ങനത്തെ പരിപാടികളാണ്. സോ കാണാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ.